ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് ഒരു സ്റ്റിക്കർ വീഡിയോ ആണ്. സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയും പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കുക. ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് നോക്കിയിട്ടാണ് വരച്ചത്. ഫ്രീ ഹാൻഡിൽ വരച്ചെടുക്കാം, അല്ലെങ്കിൽ പേപ്പർ കോപ്പി ആപ്പിൽ ട്രേസ് ചെയ്ത് വരച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് അതൊന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സാണ് ഞാൻ വരച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുത് വേണമെങ്കിൽ വരയ്ക്കാം. എങ്ങനത്തെ പിക്ചർ വേണമെങ്കിലും വരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ പിൻട്രസ്റ്റിൽ പോയിട്ട് ക്യൂട്ട് പിക്ചേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്ത് വരയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് നല്ല ഭംഗിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളറൊന്ന് കൊടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് വീഡിയോ ഇടാൻ പറഞ്ഞാലും കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒന്ന് കളർ കൊടുക്കുന്നുണ്ട്. പുറത്തേക്ക് പോവാതെ ഒന്ന് ശ്രദ്ധിച്ച് കളർ കൊടുക്കണേ. നമുക്കിഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചെടുക്കാം. ഫ്രീ ഹാൻഡായിട്ട് നല്ല ഭംഗിയിൽ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ പോയിട്ട് ഇതെടുത്തിട്ട് പേപ്പർ കോപ്പി ആപ്പിൽ നിന്ന് ട്രേസ് ചെയ്തും വരയ്ക്കാം. അപ്പോൾ അതാ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അതൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കണം. സ്കെച്ച് കൊണ്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷേ സ്കെച്ച് കൊണ്ട് കൊടുത്താൽ കൂടുതലും പരക്കുമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് പെന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് പെൻ കൊണ്ടും കൊടുക്കാം, സ്കെച്ച് കൊണ്ടും കൊടുക്കാം. ഈ ഔട്ട്ലൈൻ വേണമെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ ഈ ഔട്ട്ലൈൻ കൊടുക്കുക സ്റ്റിക്കർ കാണാൻ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ണും മൂക്കും വായൊക്കെ ഉണ്ട്. അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് പെൻ തന്നെ എടുത്തത്. ഞാൻ അതിൽ കുറച്ച് കണ്ണും മൂക്കൊക്കെ വരച്ച് കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വരച്ച സ്റ്റിക്കറൊക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൂക്ഷിച്ചൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഞാൻ ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ കുറച്ച് പിക്ചേഴ്സ് വരച്ച് വെച്ചതാണ്. അത് സ്റ്റിക്കറാക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ അത് കുറച്ച് വലിയ പിക്ചറായി. അതുകൊണ്ട് അത് സ്റ്റിക്കറാക്കണ്ട, ചെറുത് നമുക്ക് സ്റ്റിക്കറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിനതെല്ലാം കറക്റ്റായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ, ഫസ്റ്റത്തെ സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ് എടുക്കുക. അത് കുഞ്ഞതാക്കി വെട്ടുക, വലുതാക്കി വെട്ടരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ടിലേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു രീതി കാണിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 3 എണ്ണം അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണത്. ഇത് കുറച്ച് സിമ്പിൾ സ്റ്റെപ്പാണ്. ഡബിൾ സൈഡ് ടാപ്പ് മാത്രം മതി. ഇനി ഞാൻ രണ്ടാമത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ പേപ്പർ വേണം. എന്താ പറഞ്ഞാൽ ട്രാൻസ്പാരൻറ്റ് ഷീറ്റില്ലേ, അത് വേണം.
അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സ്ട്രോബെറി അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അതിൽ നമ്മൾ ടാപ്പ് എടുക്കുക, ഡബിൾ സൈഡ് ടാപ്പല്ല, നമ്മുടെ ഈ ട്രാൻസ്പാരൻ്റ് ഷീറ്റ് ഒന്നും ഉണ്ടാവില്ലേ, അല്ല ഡബിൾ സൈഡ് ടാപ്പിനുണ്ടെങ്കിൽ കിട്ടണില്ല. ഡബിൾ സൈഡ് ടാപ്പ് പേര് ഓർമ്മയില്ല. അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ അതൊട്ടിച്ച് കൊടുത്തിട്ട് മൊത്തം അങ്ങനെ കട്ട് ചെയ്തെടുക്കരുത്. അതിൻ്റെ ബാക്കി ഭാഗം അവിടെ വേണം, എന്നാലാണ് ഒട്ടുള്ളൂ. അങ്ങനെ ഒട്ടിക്കുക. പിന്നെ ഞാൻ അടുത്ത ഐഡിയ ഫെവിസ്റ്റിക്കാണ്. ഫെവിസ്റ്റിക്ക് ബാക്കിലാക്കിയിട്ട് ട്രാൻസ്പാരൻ്റ് ഷീറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ ഫെവിസ്റ്റിക്ക് കൊണ്ടാണ് എല്ലാം ഒട്ടിച്ചു കൊടുത്തത്. ഈ 3 ഐഡിയയാണ് എനിക്കറിയുള്ളൂ. നിങ്ങൾക്ക് അറിയണ ഐഡിയ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ്. കൂടുതലും ഉണ്ടാക്കാറ് നമ്മുടെ ഈ സ്ട്രോബെറിയും മഷ്റൂമും ചെയ്ത പോലെയാണ്. ടാപ്പ് എടുത്തിട്ട് ഒട്ടിക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. ഈ ഒരു കുഞ്ഞ പൂവ് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വടി പോലെ തണ്ടൊന്നും ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇല ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ഞാനെല്ലാം വേറൊരു കുഞ്ഞ് ട്രാൻസ്പാരൻ്റ് ഷീറ്റിലാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ഒട്ടിച്ച ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒട്ടിച്ച് നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് ഇങ്ങനെ നിൽക്കും. എനിക്ക് അതാണ് ഇഷ്ടം കൂടുതലും. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണം ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.